ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം സത്യജീവമാർഗമാണ്. അയ്യോ മഞ്ഞളൊക്കെ തേച്ച് പാട്ടൊക്കെ കേട്ടങ്ങ് നിന്നോടി. ഇന്ന് വീട് വെഞ്ചരിപ്പാ. എന്റെ മോനങ്ങ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. അതിന്റെ വല്ല വിചാരം നിന്നെ കൊണ്ടോടി. ഞങ്ങള് ചെറുപ്പക്കാരെ പെണ്ണുങ്ങളെ ഇത്തിരി സൗന്ദര്യം വരാൻ മഞ്ഞള് തേക്കുന്നത് നല്ലതാ. മഞ്ഞള് മാത്രമാക്കണ്ട, കുറച്ച് മല്ലിപ്പൊടിയും സ്വല്പം കറി മസാലയും കൂടെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് നീ ആ തിളച്ച എണ്ണയ്ക്കകത്തോട്ട് അങ്ങോട്ട് വീട് മുക്കി കോരിയും എടുക്കാം. ദേ എന്റെ വായിലിരിക്കുന്ന രാവിലെ അങ്ങോട്ട് കേക്കരുത് കേട്ടോ. ഈ നിന്നെ ഞാൻ ഓ, രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ആഘോഷ ദിവസമായിട്ട് നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കല്ലേ രണ്ടുപേരും. പറഞ്ഞേക്കാം. എല്ലാം റെഡിയായോ എന്തോ. ഇങ്ങോട്ട് സ്ഥലം മാറി വന്ന പുതിയ വികാരിയച്ഛനാണല്ലോ എന്ന് വെഞ്ചരിക്കാൻ വരുന്നത്. അച്ഛനെ ശരിക്കൊന്ന് പരിചയപ്പെടണം. ഈശ്വരശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എടോ കപ്പിയാരെ, അത് എന്റെ ഡയലോഗ് അല്ലേടോ. അച്ഛൻ ലാഗായി, അപ്പൊ ഞാനങ്ങ് കേറി പിടിച്ചതാ. താനങ്ങനെ ഇപ്പം കേറി പിടിക്കണ്ട കേട്ടോ. ഹെഡ് ഇരിക്കുമ്പം ടെയിലാടണ്ട. ഞാനീ ഇടവകയില് ജോയിൻ ചെയ്തിട്ട് ആദ്യമായി പങ്കെടുക്കുന്ന ചടങ്ങാ. നിങ്ങളുടെയൊക്കെ പേരെന്നാ? അച്ഛാ ഞാന് റോസ്മേരി. അങ്ങനല്ലച്ചാ, ശരിക്കുള്ളവര് ഒറോദേന്ന്. ആഹാ, അപ്പൊ നിന്റെ പേരോ? എന്റെ പേര് അന്ന. സ്വഭാവം വെറും പന്ന. ഓ, നിർത്ത്. അച്ഛൻ, ഞാൻ ഗീവർഗീസ്, ഇവിടെ അടുത്തുള്ളതാ. എന്നതാ അച്ഛന്റെ പേര്? എന്റെ പേര് മിന്റുമോൻ. എന്റെ പൊന്നച്ചോ, അച്ഛന്റെ ഈ രൂപവും ഈ ഭാവവും ഒക്കെ കണ്ടപ്പം വല്ല ഫ്രാൻസിസോ അലക്സാണ്ടറോ മിനിമം ഒരു ടോമി എങ്കിലും പ്രതീക്ഷിച്ചു. മിന്റു മോനച്ചാ. കൊറോദേമച്ചിയെ, കൺട്രോൾ യുവർ സെൽഫ്. എല്ലാരും എത്തിയെങ്കില് നമുക്കങ്ങ് തുടങ്ങിയേക്കാം. ഒരുവിധം എല്ലാരും എത്തിയച്ചോ. പിന്നെ നമ്മുടെ കൈക്കാരൻ എത്തിയിട്ടില്ല. അങ്ങേര് കൈക്കാരൻ മാത്രമല്ല, വരുന്ന പെരുന്നാളിന്റെ പ്രതിസന്ധിയും കൂടാ. ഓ, എന്റെ വല്യമ്മേ, പ്രസിദ്ധേന്തി. അങ്ങേർക്കൊരു വലിയ കുഴപ്പമുണ്ട്. അതെന്താ? ഏത് പരിപാടിക്കും ഏറ്റവും താമസിച്ചേ എത്തത്തുള്ളൂ. അങ്ങേരെ നോക്കണ്ടച്ചാ, ഇപ്പോഴെങ്ങും വരികയല്ല. എങ്കിൽ നമുക്കൊരു പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങാം. ആരാ പാടുന്നേ? ഞാൻ പാടാവേ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരം. ചേട്ടത്തി ഇങ്ങ് വന്നേ, ഇക്കരെ നിന്നാ മതിയേ. എന്റെ മോൻ നന്നായി പാടുവച്ചാ. അവനെ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ അവനെ പള്ളിക്കോയറിൽ എടുക്കണേ അച്ഛാ. എന്നാ മോനെ ഇങ്ങ് വിളിക്കേ, അച്ഛൻ കേക്കട്ടെ പാട്ട്. ഡാ മോനെ, ഇങ്ങ് വാടാ. വരുന്ന പാടാൻ കമ്പോസ് ചെയ്ത പാട്ടൊന്ന് പാടിക്കേ. യേശുവിനെ യൂതന്മാർ കുനുകുന കുത്തി. യേശുവിനെ യൂതന്മാർ കുനുകുന കുത്തി. യേശുവിനെ യൂതന്മാർ കുനുകുന കുത്തി. യേശുവിനെ യൂതന്മാർ കുനുകുന കുത്തി. കുനുകുന കുത്തി കുനുകുന കുത്തി. കുനുകുന കുത്തി കുനുകുന കുത്തി കുനുകുന കുത്തി. കുനുകുന കുത്തി. നിർത്തേ. ഇതുപോലത്തേത് പാടിക്കൊണ്ട് അങ്ങോട്ടെങ്ങാനും വന്ന നിന്നെ ഞാൻ കുനുകുന കുത്തും. അതൊക്കെ പോട്ടെ, നീ നന്നായി പഠിക്കുവോ? മിടുക്കനാ. ഒവ്വ, കഴിഞ്ഞ വേദോള പരീക്ഷയ്ക്ക് എഴുതിയതാ ആദാമിന്റെ മകന്റെ പേര് അബു. ചുമ്മാ പറയല്ലേ അമ്മച്ചി. എന്നോട് പറഞ്ഞതാന്നേ പേപ്പർ നോക്കിയ കന്യാകുസൃതി. എന്റെ ഈശോയെ, ഞാൻ ഈ ഇടവകയിൽ എത്തിയിട്ട് വളരെ കുറച്ചു നാളെ ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ഇവിടുത്തെ ആൾക്കാരെ പറ്റി ഏകദേശം ഒരു ധാരണ എനിക്ക് കിട്ടി. ഇതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണോന്ന് വരെ എനിക്ക് സംശയമുണ്ട്. തളരരുത് അച്ഛാ, തളരരുത്. ഞാൻ വന്ന ദിവസം തന്നെ ഒരുത്തൻ എന്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നായിരുന്നേ. ഇമാതിരി ഒരു കുമ്പസാരം എന്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല. 2 ദിവസമാണേ പനിച്ചു കിടന്നത്. വന്നല്ലോ വനമാല.
അല്ല നമ്മുടെ കൈക്കാരൻ. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ താമസിച്ചില്ലല്ലോ. അച്ചോ, അച്ഛനുണ്ടല്ലോ അച്ഛാ. ഈ ഇടവകയുടെ ഭാഗ്യവാ, ഭാഗ്യം. ചുമ്മാ ഊഞ്ഞാലാട്ടല്ലേ കൈക്കാരാ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ. നിങ്ങൾക്കറിയാമോ, ഇതിനു മുമ്പത്തെ അച്ഛൻ തരട്ടെ തരട്ടെ എന്നും പറഞ്ഞ് എന്നും എന്നെ വരട്ടുമായിരുന്നു. ഈ അച്ഛൻ അങ്ങനൊന്നുമല്ല. എനിക്കറിയാം. പിന്നെ നിങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഈ തങ്കപ്പെട്ട പൊന്നും കുടം പോലത്തെ ഈ അച്ഛന്റെ അടുത്ത് ആദ്യമായി കുമ്പസാരിക്കാനുള്ള ഭാഗ്യം. എന്നതാ കാര്യം? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. എല്ലായിടത്തും താമസിച്ചു വരുന്ന സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് നിർത്തിയേട്ടാ. അതിരിക്കട്ടെ, നിങ്ങളൊക്കെ പള്ളിയിൽ പതിവായി വരാറുണ്ടോ? ഞാൻ എന്നും വരുന്ന അച്ഛാ. ദേ ഇവളുണ്ടല്ലോ, മഹാമടിച്ചിയാ, പോകത്തില്ല. അതെന്താ എന്നെ? അതച്ഛാ, കൊറോണയുടെ സമയത്തെ ഓൺലൈൻ കുർബാനയായിരുന്നല്ലോ. ഇപ്പൊ അതങ്ങ് ശീലായിപ്പോയി. പക്ഷേ കുർബാന കൈക്കൊള്ളാൻ പറ്റത്തില്ല. അയ്യോ, അതിനെന്നാ, ഇവിടെ നാക്ക് നീട്ടി അങ്ങ് നിന്നാ മതി. ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. നാളെ തൊട്ട് പള്ളിയിൽ വന്നോണം, കൊച്ചിനെയും കൂട്ടി. അത് മാത്രമല്ല, സന്ധ്യാപ്രാർത്ഥന മുടക്കരുത്. പിന്നെ ഒറോദയോട് എന്നും പള്ളിയിൽ പോകുന്നതൊക്കെ നല്ല കാര്യം. പക്ഷേ കുശുമ്പും കുന്നായ്മയൊക്കെ ഒന്ന് കുറയ്ക്കണം. എന്നാലേ തമ്പുരാൻ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. അച്ഛാ, ഒരു സംശയം. എന്നാ? ഈയിടെ കുർബാനക്രമമൊക്കെ മാറ്റം വരുത്തിയായിരുന്നല്ലോ. ആ, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അച്ഛാ? പഴയ പോലെയൊക്കെ അങ്ങ് പോരായിരുന്നോ? ഓരോ പ്രയോജനമില്ലാത്ത കാര്യങ്ങളെ. ഗീവർഗീസിന്റെ ഫോണൊന്ന് കാണിച്ചേ. ഇത് ഏതാ മോഡല്? ഇത് iPhone 14 Pro Max. അപ്ഡേറ്റ് ഒക്കെ ചെയ്തായിരുന്നോ? പിന്നെ അതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. നിന്റെ ഈ ഇട്ടാൽ പൊട്ടുന്ന ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നത് നിനക്ക് പ്രധാനമാണെങ്കിലേ, ഏറ്റവും വിശിഷ്ട പ്രാർത്ഥനയായ വിശുദ്ധ കുർബാന അപ്ഡേറ്റ് ചെയ്യുന്നത് സഭയ്ക്ക് പ്രധാനമായിരുന്നു കേട്ടോ. പിന്നെ മോനെ, മറ്റു വിഷയങ്ങൾ മാത്രമല്ല, വേദപാഠവും നന്നായി പഠിക്കണം കേട്ടോ. വിശുദ്ധ മദർ തെരേസയെ പോലെ എല്ലാവരോടും കരുണയും അനുകമ്പയും ഉള്ളവനായി മോൻ വളർന്നു വരണം. അതിന് നിങ്ങളൊക്കെ വേണം മാതൃക കാണിക്കാൻ. ശരി ശരി അച്ഛാ. അച്ഛാ. എങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ബാൻഡ് മേള പുറപ്പാട്, യേശുനാഥനുള്ള സ്തുതിപാട്, തിരിതെളിക്ക് മണിമുഴക്ക് നമ്മളെല്ലാം